രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ. കഴിഞ്ഞ ദിവസം ടാറ്റ പവറിൻ്റെ മഹാരാഷ്ട്രയിലെ ട്രോംബയിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫയർ ഇൻസിഡൻറ്റിൽ ലൈഫ് ലോസോ ഇഞ്ചുറീസോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ ഫയർ ഇൻസിഡൻറ്റ് വഴി എത്രത്തോളം ഡാമേജ് ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള അസസ്മെൻറ്റ് നടക്കുകയാണ്. ലൈഫ് ലോസോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ റിപ്പോർട്ട് ചെയ്യാത്തത് പോസിറ്റീവ് ന്യൂസ് ആണെങ്കിലും ഇത് ചിലപ്പോൾ പ്രൊഡക്ഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ചിലപ്പോൾ നെഗറ്റീവ് റിയാക്ഷനും വന്നേക്കാം. ഇന്ന് സ്റ്റോക്ക് 460 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതുകൊണ്ട് പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിരുന്നു. മോത്തിലാൽ ഓസ്വാൾ 530 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. ടാറ്റ പവർ എന്ന കമ്പനി പവർ ജനറേഷൻ, പവർ സപ്ലൈ, പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പവർ സെക്ടറിലെ പ്രത്യേകിച്ചും റിന്യൂവബിൾ ആൻഡ് തെർമൽ എനർജി സെക്ടറിൽ എക്സ്പോസറുള്ള ഒരു കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് റവന്യൂ 16,463 കോടിയിൽ നിന്നും 17,540 കോടിയിലേക്ക് ഉയർന്നിരുന്നു. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് 899 കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന് 46% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 9.5%, DISന് 15.3% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഈ കമ്പനിയിലുള്ളത്. ഇന്ത്യൻ പവർ സെക്ടർ തന്നെ ബുള്ളിഷ് ആണെന്നാണ് മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഇന്ത്യൻ പവർ സെഗ്മെൻറ്റ് വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പവർ സെഗ്മെൻറ്റിലെ കമ്പനികളായ പവർ ഗ്രിഡ്, ടാറ്റ പവർ, JSW എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗും NTPCക്ക് ന്യൂട്രൽ റേറ്റിംഗും NTPC, IEX തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ന്യൂട്രൽ റേറ്റിംഗും മോത്തിലാൽ ഓസ്വാൾ എന്ന ഫിനാൻഷ്യൽ സർവീസ് നൽകിയിട്ടുണ്ട്. മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിട്ടുണ്ട്. പവർ ഗ്രിഡിന് 24% അപ്സൈഡിലും JSW എനർജിക്ക് 15.8%, ടാറ്റ പവറിന് 16% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 2032 ഇന്ത്യയുടെ ടോട്ടൽ പവർ കപ്പാസിറ്റി 900 ജിഗാവാട്ടായി ഉയർത്താനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇത് വെറും 442 ജിഗാവാട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തെർമൽ എനർജി കൂടാതെ കൂടുതൽ സോളാർ ആൻഡ് വിൻഡ് പ്രൊജക്റ്റുകൾ കമ്മീഷൻ ചെയ്യാനും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട്. ഈ പറഞ്ഞ സ്റ്റോക്കുകൾക്കൊക്കെ ഈ പ്ലാനിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. ഇന്ന് ഏതെങ്കിലും കാരണവശാൽ ഒരു നെഗറ്റീവ് ആക്ഷൻ വരികയാണെങ്കിൽ തന്നെ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം വരും സമയങ്ങളിൽ അല്ലെങ്കിൽ മീഡിയം ടൈം, ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 460 ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. 460 എന്ന ലെവലിന് മുകളിൽ 468 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഈ ബൈയിങ് മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 500, 530 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. 425 സ്ട്രോങ് സപ്പോർട്ടും 460 റെസിസ്റ്റൻസുമായിരുന്നു സ്റ്റോക്കിനുണ്ടായിരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 11,460 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നതും തുടർച്ചയായ അപ് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ ഒരു ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 112, ഡിവിഡൻഡ് 0.074%. സോളാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി രാജസ്ഥാൻ എക്സ്പ്ലോസീവ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിനെ അമാൽഗമേറ്റ് ചെയ്യുന്നതിന് NCLTയുടെ സൈഡിൽ നിന്നും നാഷണൽ കമ്പനി ലാ ട്രൈബ്യൂണലിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. സോളാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈ ആയ 13,360 നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ 11,470 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 10,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ 13,000, 13,500 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.